അത് കണ്ടോ, അത് കുളമല്ല, അത് കുളമായതാണ്. ഈ ബിൽഡേഴ്സിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ബിൽഡിങ്ങിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷനും കഴിഞ്ഞ് പെയിൻറ്റിങ് ഒരു പകുതി ആയപ്പോഴാണ് ഇവർക്ക് ബോധം വന്നത് ഇവിടെ താമസിക്കുന്ന ആൾക്ക് കുടിക്കാനും കുളിക്കാനൊക്കെ വെള്ളം വേണമല്ലോ. പിന്നെ JCB വരുന്നു, ആളുകൾ വരുന്നു, കുഴിക്കൽ കൂടെ മഴയും കൂടി വന്നു. ശുഭം. ഇപ്പം ഡെയിലി രാവിലെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നോക്കും, കുറച്ച് നേരം നിൽക്കും, പോകും, പിന്നെയും വരും, മഴയും വരും, കൂടെ നോക്കും, നിൽക്കും, പോകും. അപ്പോൾ ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ എപ്പോഴോ ഫ്ലാറ്റ് വിട്ടു കൊടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു, അവരും ഇപ്പോൾ പ്രശ്നത്തിലായി. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളത്തിന് ഭയങ്കര ഇഷ്യൂസാണ്. ഇതൊരു ഗ്രാമമായിരുന്നു, വളരെ ഉള്ളോട്ടുള്ള ഒരു ഗ്രാമമായിരുന്നു. അപ്പം ഇതിൽ മുനിസിപ്പാലിറ്റീനെ, ഞങ്ങളുടെ സൊസൈറ്റിക്കും വെള്ളത്തിൻ്റെ ഇഷ്യൂസ് ഭയങ്കരമാണ്. ഞങ്ങൾ മുനിസിപ്പാലിറ്റീനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വെള്ളം വരണമെങ്കിൽ ഡാം വരണം, ഡാം വന്നിട്ട് വേണം വെള്ളം വരാൻ. അപ്പോൾ ഒരു തീരുമാനമായി, ഒരു 5 വർഷത്തേക്ക് വെള്ളവും ഡാമും നോക്കണ്ട. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ ഉള്ളോട്ടൊക്കെ നമ്മൾ വീടെടുക്കുകയാണെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരോട് ഒരു 5-6 പേരോടെങ്കിലും ചോദിക്കണം. മീൻസ് റെൻറ്റിന് താമസിക്കുകയാണെങ്കിൽ തന്നെ അവിടെ വെള്ളം ഉണ്ടോ എന്ന്. ഞങ്ങൾക്ക് സത്യത്തിൽ അബദ്ധം പറ്റിയതായിരുന്നു, അങ്ങനെ ചോദിച്ചിട്ടില്ല. സോ വെള്ളത്തിന് ഭയങ്കര ഇഷ്യൂസാണ് ഇവിടെ. പിന്നെ ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ സൊസൈറ്റി നെക്സ്റ്റ് ഈ ഒരു ബിൽഡേഴ്സിൻ്റെ ഓരോ സൊസൈറ്റി ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ സൊസൈറ്റീൻ്റെ മുന്നിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് നോ വാട്ടർ, നോ ഡ്രെയിനേജ്, നോ വോട്ടെന്നും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ്റെ ടൈം ആയപ്പോൾ അവർക്ക് അത് ഇഷ്യൂ ആയപ്പോൾ അത് എടുത്ത് കളഞ്ഞു. ഇതുപോലെ ഇങ്ങനെ നോ വാട്ടർ, നോ ഡ്രെയിനേജ്, നോ ഫാമിലി സേഫ്റ്റി. പക്ഷേ നോ ഡ്രെയിനേജ്, നോ ഫാമിലി സേഫ്റ്റി അത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വാട്ടർ ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ അത് അത്ര മഴ പെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇതുപോലത്തെ സൊസൈറ്റികളിൽ പോകുമ്പോൾ നമ്മൾ വെള്ളം, ഇലക്ട്രിസിറ്റി ഇത് രണ്ടും മെയിനായിട്ട് നോക്കണം. ഇലക്ട്രിസിറ്റി ബാക്കപ്പ് ഉണ്ടോ എന്ന്. ഇലക്ട്രിസിറ്റി ബാക്കപ്പും അത്യാവശ്യമാണ്, കാരണം ഇവിടെയൊക്കെ കറണ്ട് പോകുന്നുണ്ട്. മെയിൻ ബോംബെയിൽ അങ്ങനെ കറണ്ട് പോകില്ല, പക്ഷേ ഞങ്ങൾ ഉള്ളോട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം കറണ്ടിൻ്റെ ഇഷ്യൂസും ഉണ്ട്.